എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ സമോസയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഏകദേശം 200-250 ഗ്രാം ചിക്കൻ എല്ലില്ലാത്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒട്ടും എല്ലില്ലാത്ത ചിക്കനാണ്. ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സാധാരണ ചിക്കൻ സമോസ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കാറ്. ഇവിടെ ചിക്കൻ വേവിച്ചല്ല എടുക്കുന്നത്, ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ സമോസ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഉപയോഗിക്കാം. ബട്ടർ ചേർത്തുണ്ടാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ബട്ടർ മെൽറ്റായി വന്നപ്പോഴേക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് വറക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് വേകുന്നത് വരെ മാത്രമേ വറക്കുന്നുള്ളൂ. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാകും. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം. ഒരു പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് സവോള വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ വേവിച്ചപ്പോൾ ഇതിലേക്ക് വേണ്ട പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചാണ് എടുത്തത്. അതുകൊണ്ടിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം ഈ പൊടിയൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പൊടി മൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും മല്ലിയിലയുടെ ആ തണ്ട് ഭാഗം മുറിച്ചതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് വേകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് ചില്ലി സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോസുകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ടൊമാറ്റോ സോസ് ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ചെറു തീയിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എരിവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ പച്ചമുളക് നന്നായിട്ട് ചതച്ചതോ ചേർത്ത് കൊടുക്കാം. കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമോസ ഷീറ്റ് ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ അരി കൊട്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മൈദയുടെ കൂട്ട് ഈ അരികിലായിട്ട് ഇതുപോലെയൊന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൈഡൊക്കെ തുറന്നു വരും. സമോസയുടെ കൂട്ട് ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം ഈ മൈദ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇതിൻ്റെ കോർണറൊക്കെ ചിലപ്പോൾ തുറന്നിരിപ്പുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മൈദയുടെ കൂട്ട് റെഡിയാക്കിയത് ആ കോർണറിൽ കുറച്ച് പുരട്ടിക്കൊടുത്ത് ആ ഭാഗം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വറക്കുന്ന സമയത്ത് എണ്ണ അകത്തേക്ക് കയറാതെ ഇരിക്കും. അല്ലെങ്കിൽ വറക്കുന്ന സമയത്ത് അരികു തുറന്നിരിപ്പുണ്ടെങ്കിൽ എണ്ണ അകത്തേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. സമോസ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റും ഈ മെത്തേഡും ഇഷ്ടപ്പെടും. സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ നമുക്കുണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവാക്കി
ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.